ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ തേങ്ങയില്ലാത്ത മാങ്ങ ചമ്മന്തിയാണ്. ആരും ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ടേക്ക് 5-6 വറ്റൽമുളക് ഇടുക. നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ടുള്ള വറ്റൽമുളകാണ് ഇടേണ്ടത്. നമുക്കിവിടെ എരിവ് വേണ്ടാത്തതുകൊണ്ട് നമ്മളൊരു 5-6 വറ്റൽമുളക് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് അത് കോരി മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇനി നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച മാങ്ങ ഇതിലോട്ടേക്ക് ഇടാം. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മാങ്ങ വറുക്കുന്നത്. ഇതൊരു ഏകദേശം ഇതൊരു പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കാം. ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മളൊരു 2 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ വറുത്ത് മാറ്റി വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. അതൊരു 2 ഇല്ലി പറിക്കുന്നുണ്ട് ചമ്മന്തിയിലേക്ക് ഇടാൻ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ടേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച വറ്റൽമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 2 ഇല്ലി ചുവന്നുള്ളി ഇടുന്നുണ്ട്. നേരത്തെ പറിച്ചു വെച്ച കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച മാങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറ് തിന്നാനും. അത്രയും നല്ല ടേസ്റ്റാണിത്. അങ്ങനെ ഇത് നമ്മുടെ നല്ല ചൂട് ചോറും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചമ്മന്തിയും ഇത് മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാൻ. ചോറ് വയ്ക്കാൻ നമുക്കിതാ ഇതിന് കറി പോലും വേണ്ട. ഈ ഒരു ചമ്മന്തിയും ചോറും മാത്രം മതി വയ്ക്കാൻ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.